എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഗോതമ്പ് ദോശയാണ്. അതും ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോൾ അത്ര തന്നെ പെർഫെക്ഷൻ വരില്ല, അതപ്പോൾ എന്താ പറയുക, അത്ര തന്നെ ടേസ്റ്റ് വരില്ല എന്നൊക്കെ. എന്നൊന്നും വേണ്ട, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ ഇതുപോലെ പെർഫെക്ഷനോട് കൂടി നല്ല പുളിപ്പൊന്നും ഇല്ലാതെ നമ്മൾ സാധാ ദോശയൊക്കെ ചുട്ടെടുക്കുമല്ലോ, അതിലേറെ ഒന്നും കൂടി ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബും അതുപോലെ തന്നെ ലൈക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ നിങ്ങളെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എടുക്കുക. അതിൻ്റെ ചേരുവകൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്താൽ മതിയെ. ഞാൻ പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും അതിലേക്ക് ഒരു 1/2 സ്പൂൺ താഴെ, അതായത് 1/4 സ്പൂൺ കൂടുതലും 1/2 സ്പൂൺ താഴെയും ആയിട്ടുള്ള നമ്മളെ ഈസ്റ്റ് ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ആയിരിക്കണേ, അതുകൂടി ചേർത്ത് കൊടുക്കുക. നോർമലി വെള്ളം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.25 കപ്പ് വെള്ളത്തോളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്നും കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിയിലോട്ട് ഏകദേശം വേണ്ടത് ഒരു 2-2.25 കപ്പ് വെള്ളത്തോളമാണ് വേണ്ടത്. അപ്പോൾ ഓരോ പൊടിൻ്റെയും ഓരോതിൻ്റെ അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് ചെറിയ ചൂടുള്ളത്, ഇപ്പോൾ നമ്മളെ ക്ലൈമറ്റ് നല്ല ചൂടാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ പൊന്തി വരുവേ. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു ഇതിന് വേണം നമുക്ക് വെള്ളത്തിൻ്റെ അളവും കാര്യവും നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിയിലോട്ട് ഏകദേശം 2-2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 1/2 മണിക്കൂർ തന്നെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പറഞ്ഞ ചൂടുള്ള ടൈമിൽ, അതായത് ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റോടെ തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കൊന്ന് പാത്രം ഒന്ന് കമത്തി വെച്ചു, കാരണം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊന്തി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഇത് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ അരച്ചിടുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ എന്താ വെച്ചാൽ ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചൂടൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് പാകാക്കണേ. നമുക്ക് 1-2 തവിയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കും. ഞാൻ ഒരുപാട് അങ്ങോട്ട് പരത്തിയിട്ട് ഇതാക്കിയിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ കുറച്ചുണ്ടാവുമ്പോൾ ടൈമിൽ തീയൊന്ന് കുറച്ച് കൊടുക്കുക. ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കുമ്പോഴാണ് അതൊന്ന് അടിഭാഗം ഒക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരിക. ഇനി നമുക്ക് കുറച്ച് മേൽഭാഗത്ത് കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുത്തതിന് ശേഷം ഇതാ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. അപ്പം ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ തിന്ന് കഴിച്ചവർക്കൊക്കെ എപ്പോഴും മടുപ്പൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം. നല്ല അടിപൊളി ദോശ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. കാരണം ഒരു 1/2 മണിക്കൂർ മുന്നേ മാത്രം നമ്മൾ സെറ്റാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഈ തേങ്ങയൊക്കെ ചുരണ്ടേത് ഇതിൽ കൂട്ടിയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പുളിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കമൻറ്റ് ഒന്ന് താഴെ പറയാം കേട്ടോ. അപ്പം വേണമെച്ചാൽ നമുക്ക് ദോശയൊക്കെ പരത്തിയെടുക്കണ മാതിരി ഒരുപാടാണ്ട് പരത്തിയിട്ട് ആ ഒരു സൈസിൽ വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഈ രീതിയിലാണ് ചുട്ടെടുത്തത്. കാരണം നല്ല ഈ ഒരു ഇതിലാവുമ്പോൾ നമുക്ക് പഞ്ഞി പോലെ തന്നെ കിട്ടും കേട്ടോ. നല്ലൊരു പെർഫെക്ഷനോട് തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വലുപ്പം കൂടിയിട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും ഇതിൻ്റെ സോഫ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം എപ്പോഴും ചപ്പാത്തിയൊക്കെ പരത്തി കുറേ പരത്തണം, അത് ചുടണം, ഒരുപാട് ടൈമല്ലേ. അപ്പോൾ അതിലേറെ നമുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമുക്കെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്രയ്ക്ക് സോഫ്റ്റ് ആട്ടോ. അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നാളെ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇട്ട് വരും. അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.